നമുക്കറിയാം മറുനാടൻ മലയാളി എന്ന ന്യൂസ് ചാനലിനെതിരെ കേരള സർക്കാരും കേരള പോലീസും കൂടി വേട്ടയാടിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അതങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കേരള സർക്കാരും കേരള പോലീസും വേട്ടയാടിയ സമയത്തും കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അതും അങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ആഘോഷ കമ്മിറ്റിയിലെ പ്രധാനിയായിരുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് 24 ന്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ കേട്ടു, 24 ന്യൂസിലെയും മാധ്യമ പ്രവർത്തകർക്കെതിരെയും കേരള പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ഈ ഒരു കേസ് വന്നതോട് കൂടിയിട്ട് 24 ന്യൂസും മനസ്സിലാക്കുകയാണ് കേരളത്തിൽ നടക്കുന്നത് ഭരണകൂട ഭീകരത തന്നെയാണ് എന്നുള്ളത്. അവർ മനസ്സിലാക്കി എന്നൊക്കെ പറയാനുള്ളൊരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. 24 ന്യൂസ് എന്ന് പറയുന്നത് കേരള സർക്കാരിന് വേണ്ടി സ്തുതി പാടുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമായിരുന്നു ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളത്. കൈരളി ചാനലിന് ശേഷം പാർട്ടി ചാനലിന്റെ ബി ടീമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലും കൂടിയാണ് ഈ 24 ന്യൂസ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ 24 ന്യൂസിനെ കുറിച്ച് വാർത്തകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആ തർക്കം അങ്ങ് സകല ആളുകൾക്കും അവസാനിക്കുകയും ചെയ്യും. ഇനി ഈ 24ലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ എന്തിനാ കേസെടുത്തത്? ഷൂ എറിഞ്ഞതിന് യൂത്ത് കോൺഗ്രസുകാര് വധശ്രമം നടത്തിയെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ കേസെടുത്തിരുന്നു. കോടതി അതങ്ങ് തള്ളിക്കളഞ്ഞിരുന്നു. ഈ ഷൂ എറിഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ 24 ന്യൂസിലെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഈ വിനീത എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ്. ഈ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന് ഗൂഢാലോചന നടത്തിയെന്ന പേരിലാണ് ഇതിനെതിരെ ഈ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുള്ളത്. ഈ മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് ആരാണ്? നല്ല കട്ട സഖാവാണ്. പിണറായി വിജയന് വേണ്ടിയിട്ട് സ്തുതി പാടിക്കൊണ്ട് തൻ്റെ സ്വന്തം ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ അടിവരയിട്ട് പറയാണ്, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നുള്ള വാർത്തയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവിടേക്ക് സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി സകലതും ചെയ്യാൻ ശ്രമിച്ച പിണറായി വിജയന് വേണ്ടിയിട്ട് നന്നായിട്ട് സപ്പോർട്ടും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമുക്കൊക്കെ തന്നെ അറിയാം, ശബരിമലയെ തൊട്ട് കളിച്ചിട്ടുള്ള ഒരാളും പാഠം പഠിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. ഈ ഒരു കള്ളക്കേസ് വന്നതോട് കൂടി തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും താൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തതൊക്കെ തന്നെ തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധം ഇന്നെങ്കിലും ഈ ഒരു മാധ്യമ പ്രവർത്തകർക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന് വേണ്ടി സ്തുതി പാടിയവർ പോലും കേരളത്തിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയാണ് എന്ന് പൊതുജനത്തോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഈ പിണറായി കാലത്തെ കേരള ചരിത്രത്തിൽ എഴുതി ചേർക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ ഗതികെട്ട, അതായത് പൊതുജനങ്ങളെ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ഗതികെട്ട കാലമായിട്ടാണ് ഈ പിണറായി കാലത്തെ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതിലൊന്നും യാതൊരു തർക്കവും ആർക്കും വേണ്ട.